ഭാഗം 2 പുസ്തകം 6 അധ്യായം 12 ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം. കർത്താവിന്റെ സ്വർഗാരോഹണത്തിന് ഏതാനും ദിവസം മുൻപ് പരിശുദ്ധ അമ്മ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോൾ നിത്യപിതാവും പരിശുദ്ധാരൂപിയും ഊട്ടുശാലയിൽ പ്രത്യക്ഷമായി. ഒരു സിംഹാസനത്തിൽ മഹത്വമണിഞ്ഞ് മാലാഖവൃന്ദങ്ങളാലും വിശുദ്ധരാലും സ്വർഗീയ ആത്മാക്കളാലും പരിസേവിതരായാണ് കാണപ്പെട്ടത്. അപ്പോൾ അവതീർണ വചനം സിംഹാസനത്തിൽ മറ്റു 2 പേർക്കുമൊപ്പം പ്രത്യക്ഷപ്പെട്ടു. പരിശുദ്ധ അമ്മ ആ മുറിയുടെ ഒരു കോണിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് നിലകൊണ്ടു. അത്യഗാധമായ ഭക്തി ആദരവുകളോടെ അവൾ പരിശുദ്ധ ത്രിത്വത്തെ ആരാധിച്ചു. നിത്യപിതാവ് തന്റെ ശുശ്രൂഷകരായ മാലാഖമാരോട് മറിയത്തെ ക്ഷണിക്കാൻ ആജ്ഞാപിച്ചു. ആ നിമിഷം തന്നെ ആ ദൂതന്മാർ അവളെ സമീപിച്ച് ദൈവഹിതം ഉണർത്തിച്ചു. അവൾ ഉടൻ തന്നെ പൊടിയിൽ നിന്നും ഉയർന്ന് ഭക്തി ആദരവോടെ മാലാഖമാരാൽ പരിസേവിതയായി സിംഹാസനത്തിന്റെ സമീപത്തെത്തി. നിത്യപിതാവ് അവളോട് ഇപ്രകാരം അരുളി ചെയ്തു: പ്രിയമുള്ളവളെ, ഉന്നതത്തിലേക്കിനിയും ഉയരുക. ലൂക്ക 14:10. ഉച്ചരിക്കപ്പെട്ട നിമിഷം തന്നെ ആ വചനം നിവൃത്തിയാക്കപ്പെട്ടു. അവൾ അപ്പോൾ തന്നെ രാജകീയ ദൈവിക സിംഹാസനത്തിൽ പരിശുദ്ധ ത്രിത്വത്തിലെ 3 ആളുകൾക്കൊപ്പം ഉയർത്തപ്പെട്ടു. ഒരു ദൈവസൃഷ്ടി ഇപ്രകാരം ദൈവികത്വത്തിലേക്ക് ഉയർത്തപ്പെട്ട ഉദാത്ത ദർശനം പരിശുദ്ധ സമൂഹത്തിൽ നവ്യമായ ഭക്തി ആദരവുകൾ ഉണർത്തി. അത്യുന്നതന്റെ പ്രവൃത്തികളിൽ ഉൾച്ചേർന്ന പരിശുദ്ധിയും ന്യായവും ഗ്രഹിച്ച അവർ വീണ്ടും ദൈവത്തിന് മഹത്വമർപ്പിക്കുകയും അവിടുത്തെ അപാരതയെയും നീതിയെയും പരിശുദ്ധിയെയും തന്റെ പ്രമാണങ്ങളുടെ ആരാധ്യതയെയും വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്തു. തുടർന്ന് നിത്യപിതാവ് പരിശുദ്ധ അമ്മയോട് ഇപ്രകാരം അരുളി ചെയ്തു: എന്റെ മകളെ, ഇതാ എന്റെ പുത്രൻ സ്ഥാപിച്ച സഭയെ നിനക്കു ഞാൻ ഭരമേൽപ്പിക്കുന്നു. അതോടൊപ്പം അവൻ ലോകത്തിനു നൽകിയ പുതിയ നിയമത്തെയും അവൻ വീണ്ടെടുത്ത ജനത്തെയും എല്ലാം നിനക്കേൽപ്പിച്ചു തന്നിരിക്കുന്നു. തുടർന്ന് പരിശുദ്ധാരൂപിയും അവളോട് അരുൾ ചെയ്തു: എല്ലാ സൃഷ്ടികൾക്കുമിടയിൽ നിന്ന് എനിക്ക് ജീവിത പങ്കാളിയായി തിരഞ്ഞെടുക്കപ്പെട്ടവളെ, ഇതാ എന്റെ ജ്ഞാനവും വരപ്രസാദവും നിന്നിൽ ഞാൻ നിക്ഷേപിക്കുന്നു. അവയോടൊപ്പം നിന്റെ ഹൃദയത്തിലിതാ അവതീർണ വചനം ഈ ലോകത്തിൽ പഠിപ്പിച്ചതും വെളിപ്പെടുത്തിയതും പ്രവർത്തിച്ചതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ നൽകുന്നു. അപ്പോൾ തന്റെ പുത്രൻ അവളോട് ഇപ്രകാരം അരുളി ചെയ്തു: എന്റെ എത്രയും സ്നേഹവതിയായ അമ്മേ, ഇതാ ഞാൻ എന്റെ പിതാവിന്റെ പക്കലേക്ക് കരേറുന്നു. ഞാൻ നിന്നോട് വിട വാങ്ങുമ്പോഴിതാ എന്റെ സഭയുടെ കാര്യസ്ഥയായി നിന്നെ നിയമിച്ചാക്കുന്നു. എന്റെ പിതാവ് എപ്രകാരം എന്നെ ചുമതല ഏൽപ്പിച്ചുവോ അപ്രകാരം തന്നെ എന്റെ മക്കളെയും സഹോദരരെയും നിനക്ക് ഭരമേൽപ്പിക്കുന്നു. അതിനുശേഷം പരിശുദ്ധ ത്രിത്വത്തിലെ 3 ആളും ചേർന്ന് മാലാഖവൃന്ദത്തെയും മറ്റു പരിശുദ്ധരെയും സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു: ഇതാ ഇവളാകുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല സൃഷ്ടികളുടെയും രാജ്ഞി. അവൾ സഭയുടെ രക്ഷകയും സൃഷ്ടികളുടെ രാജ്ഞിയും ദൈവഭക്തിയുടെ അമ്മയും വിശ്വസ്തരുടെ മധ്യസ്ഥയും പാപികളുടെ അഭിഭാഷകയും സൗന്ദര്യസാന്ദ്രമായ സ്നേഹത്തിന്റെ ഉറവയും വിശുദ്ധ പ്രത്യാശയുടെ കേന്ദ്രവുമാകുന്നു. നമ്മുടെ കരുണയെയും ക്ഷമയെയും ഉണർത്താൻ തക്കവിധം ശക്തി അവൾക്കുണ്ടായിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വരപ്രസാദത്തിന്റെ അനർഘനിധികൾ അവളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഇവളുടെ ഏറ്റവും വിശ്വാസ സ്ഥിരതയുള്ള ഹൃദയം നമ്മുടെ പരിശുദ്ധ നിയമം ആലേഖനം ചെയ്യപ്പെടുന്ന ശിലാഫലകമാകുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി നമ്മുടെ സർവശക്തിയിൽ ആവിഷ്കരിക്കപ്പെടുന്ന ദിവ്യരഹസ്യങ്ങൾ ഇവൾ ഉൾക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കരങ്ങളുടെ ഏറ്റവും മഹത്തരവും പരിപൂർണവുമായ കൃതിയാകുന്നു ഇവൾ. നമ്മുടെ ഹിതങ്ങളുടെ സമൃദ്ധിയും ഇവളിലൂടെ മറ്റു സൃഷ്ടികളിലേക്ക് പ്രവഹിക്കപ്പെടും. നമ്മുടെ ദൈവിക പൂർണ്ണതയുടെ പ്രവാഹം തടസ്സമില്ലാതെ ഇവളിൽ കൂടി ഒഴുക്കപ്പെടും. തങ്ങളുടെ ഹൃദയ അന്തരാളങ്ങളിൽ നിന്ന് അവളെ വിളിച്ചപേക്ഷിക്കുന്നവരാരും നശിച്ചു പോകുകയില്ല. അവളുടെ മധ്യസ്ഥം ഉറപ്പാക്കുന്നവർക്ക് നിത്യജീവൻ നിഷേധിക്കപ്പെടുകയില്ല. അവൾ ഞങ്ങളോട് ചോദിക്കുന്നവയെല്ലാം നൽകപ്പെടും. അവളുടെ എല്ലാ അർത്ഥനകളും ശ്രവിക്കപ്പെടും. അവളുടെ പ്രാർത്ഥനകൾ ഫലമണിയും. എന്തെന്നാൽ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും കുറ്റമറ്റ രീതിയിൽ പൂർണ്ണതയോടെ അവൾ നിർവഹിച്ചിരിക്കുന്നു. എത്രയും അനുഗ്രഹീതയായ മറിയം ഈ വചനം ശ്രവിച്ച മാത്രയിൽ തന്നെ വീണ്ടും കൂടുതലായി എളിമപ്പെടുത്തി. അതിന് അനുയോജ്യമായി അത്യുന്നതന്റെ വലത്തുകരം അവളെ ഉയർത്തി മാലാഖമാർക്കും മേലെ സ്ഥാനം നൽകി. എല്ലാ സൃഷ്ടികളിലും വെച്ച് എളിയവളായി തന്നെ കരുതിക്കൊണ്ട് അവൾ കർത്താവിനെ ആരാധിച്ചു. എന്നും സഭയുടെ വിശ്വസ്ത ദാസിയായി
ദൈവത്തിന്റെ തിരുഹിതങ്ങളെ ഉടനടി നിറവേറ്റാൻ അവൾ സ്വയം സമർപ്പിക്കുകയും ചെയ്തു. സഭാമക്കളുടെ വാത്സല്യനിധിയായ അമ്മയായും സഭയുടെ രക്ഷാധികാരിയായും അവൾ തന്നെ സമർപ്പിച്ചു. അന്നുവരെ അവൾ ദൈവത്തിന് സമർപ്പിച്ച എല്ലാ യാചനകളും പ്രാർത്ഥനകളും അവൾ നവീകരിച്ച് വീണ്ടും തീഷ്ണതയോടെ സമർപ്പിച്ചു. ദൈവനിശ്ചയപ്രകാരം ഇതേ ദിവസം തന്നെ കർത്താവ് തന്റെ 11 അപ്പസ്തോലന്മാരോടും മറ്റു ശിഷ്യരോടും ഭക്തസ്ത്രീകളോടുമൊപ്പം സെഹിയോൻ ശാലയിൽ ഒരുമിച്ചു കൂടി. അവർ മേശയ്ക്ക് ചുറ്റുമിരുന്നു. അവർ ആകെ 120 പേരുണ്ടായിരുന്നു. എന്തെന്നാൽ തന്റെ സ്വർഗാരോഹണ വേളയിൽ അവരെല്ലാവരും സന്നിഹിതരായിരിക്കണമെന്ന് ദിവ്യനാഥൻ ആഗ്രഹിച്ചിരുന്നു. അവിടെ കൂടിയിരുന്ന ഓരോരുത്തരും അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിനു ശേഷം വേണം സ്വർഗത്തിലേക്ക് കരയേറാൻ എന്നവൻ തീരുമാനിച്ചിരുന്നു. അന്ത്യ അത്താഴം കഴിച്ച ആ മുറിക്കുള്ളിൽ അവരെല്ലാം ഹൃദയ ഐക്യത്തിലും ഉപവിയിലും സമാധാനത്തിലും ഒന്നിച്ചു കൂടിയ വേളയിൽ ജീവന്റെ നാഥൻ ഒരു സ്നേഹപിതാവിന്റെ വാത്സല്യത്തോടെ അരുൾ ചെയ്തു: എന്റെ പ്രിയ മക്കളെ, ഞാൻ ആരിൽ നിന്നാണോ മനുഷ്യരക്ഷയ്ക്കായി ഇറങ്ങി വന്നത്, ആ സ്നേഹപിതാവിന്റെ പക്കലേക്കിതാ ആരോഹണം ചെയ്യാൻ പോകുന്നു. എന്നാൽ ഞാനിതാ എന്റെ അമ്മയെ നിങ്ങൾക്ക് സംരക്ഷകയും ആശ്വാസദായികയും നിങ്ങളുടെ വക്താവും അമ്മയുമായി നിയോഗിക്കുന്നു. ഇവൾ എനിക്കു പകരം ഭൂമിയിൽ നിങ്ങൾക്കൊപ്പമായിരിക്കും. ഒരിക്കൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ച കാര്യം ഓർക്കുക. എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കാണുന്നു, എന്നെ അറിയുന്നവനോ എന്റെ പിതാവിനെയും അറിയുന്നു. അതുപോലെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ അമ്മയെ അറിയുന്നവൻ എന്നെ അറിയുന്നു, അവളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു, അവളെ മാനിക്കുന്നവൻ എന്നെ മാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും അമ്മയായി അവളെ ഞാൻ നൽകുന്നു. അവൾ നിങ്ങൾക്ക് മേലധികാരിയും നേതാവുമായിരിക്കട്ടെ. അപ്രകാരം തന്നെ നിങ്ങളുടെ പിൻഗാമികൾക്കും. അവൾ നിങ്ങളുടെ സംശയങ്ങൾക്കുത്തരം നൽകും, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അവളിലൂടെ എന്നെ തേടുന്നവൻ എന്നെ കണ്ടെത്തും. എന്തെന്നാൽ ലോകാവസാനത്തോളം ഞാൻ അവളിൽ ഉണ്ടായിരിക്കും. ഇതാ ഇപ്പോൾ തന്നെ ഞാൻ അവളിലുണ്ട്, എന്നാൽ അതെപ്രകാരമെന്ന് നിങ്ങൾ അറിയുന്നില്ല. കർത്താവ് ഇത് പറഞ്ഞത് അവൻ കൗദാശികമായി തന്റെ അമ്മയിൽ സന്നിഹിതനായിരുന്നതിനാലാണ്. എന്തെന്നാൽ അന്ത്യ അത്താഴവേളയിൽ അവൾ സ്വീകരിച്ച പരിശുദ്ധ ബലിവസ്തു ആദ്യത്തെ കുർബാന അർപ്പണം വരെയും അവളുടെ ഉള്ളിൽ സൂക്ഷിക്കപ്പെട്ടിരുന്നു. ഇക്കാര്യം പിന്നാലെ വിശദമാക്കുന്നതാണ്. അപ്രകാരം കർത്താവ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വാഗ്ദാനം ചെയ്ത കാര്യം സാക്ഷാത്കരിക്കപ്പെട്ടു. ഞാനോ ഇതാ ലോക അവസാനത്തോളം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. മത്തായി 28:20. കർത്താവ് ആ വചനങ്ങളോടൊപ്പം ഇതുകൂടി കൂട്ടിച്ചേർത്തു: പത്രോസിനെ സഭയിൽ എന്റെ വികാരിയും സഭാതലവനായും ഞാൻ നിയോഗിക്കുന്നു. ഉന്നത പുരോഹിതനെന്ന നിലയിൽ നിങ്ങൾ അവന് വിധേയരായിരിക്കണം. വിശുദ്ധ യോഹന്നാൻ എന്റെ അമ്മയുടെ മകനായി നിങ്ങൾക്കൊപ്പമുണ്ടായിരിക്കണം. എന്തെന്നാൽ ഈ അന്തസ്സിലേക്ക് അവനെ ഞാൻ കുരിശുമരണവേളയിൽ തന്നെ നിയോഗിച്ചിരുന്നു. പിന്നീട് അവൻ അവരുടെ മധ്യത്തിൽ സന്നിഹിതയായിരുന്ന അമ്മയെ നോക്കി. അവളെ സംബന്ധിച്ച തന്റെ തിരുഹിതം കർത്താവ് ഒരു കൽപ്പനയായി അവർക്ക് നൽകി. എല്ലാ വിളിച്ചു കൂട്ടപ്പെട്ടവരും തന്റെ അമ്മയുടെ അന്തസ്സിനടുത്ത വിധം അവളെ ആദരവോടെ വണങ്ങാനും അപ്രകാരം തന്നെ വരും കാലങ്ങളിലും സഭ മുഴുവൻ വർത്തിക്കാനും അവൻ കൽപ്പിച്ചു. എന്നാൽ എത്രയും എളിമയുള്ളവളായ അമ്മ തന്റെ വത്സലപുത്രനോട് സഭയിൽ തന്റെ ദൗത്യം നിർവഹിക്കാൻ സഹായിക്കും വിധം മാത്രം പരിമിതപ്പെടുത്തിയ ബഹുമാനം മാത്രമേ ഞാൻ അർഹിക്കുന്നുള്ളൂ എന്നറിയിച്ചു. അവൻ തനിക്ക് ഭരമേൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ സഭയുടെ മക്കളായി പുതുതായി വന്നു ചേരുന്നവർ ഇതുവരെ തനിക്കു നൽകിയതിലധികമായ യാതൊരു ബഹുമതിയും തന്നിൽ ചാർത്താതിരിക്കട്ടെയെന്നും അവൾ അഭിലഷിച്ചു. സഭയുടെ ആരാധനകളെല്ലാം കർത്താവിനെ മാത്രം കേന്ദ്രമാക്കട്ടെയെന്നും അവൾ ആഗ്രഹിച്ചു. സുവിശേഷ പ്രഘോഷണം തന്റെ കർത്താവായ ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനും പ്രചാരണത്തിനും മാത്രമായിരിക്കട്ടെ എന്നാണ് തന്റെ ആഗ്രഹമെന്നും അവൾ അറിയിച്ചു. തന്റെ അമ്മയുടെ വിവേകപൂർണമായ ഈ തീരുമാനത്തെ കർത്താവ് ഹൃദയപൂർവ്വം അംഗീകരിച്ചു. ഒരു കാര്യം മാത്രം അവൻ തന്റെ അവകാശമായി സൂക്ഷിച്ചു. അതായത് മറിയത്തെപ്പറ്റിയുള്ള അറിവ് ഉചിതമായ സന്ദർഭത്തിൽ ലോകസമക്ഷം അവതരിപ്പിക്കാനുള്ള ദൗത്യം മാത്രം. അവൻ അവളുടെ മേൽ നവ്യവും അത്ഭുതപൂർവവുമായ വരങ്ങൾ ചൊരിഞ്ഞു. ഈ വരങ്ങളെപ്പറ്റി ഈ ചരിത്രത്തിന്റെ വരും ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാം. തങ്ങളുടെ ദൈവിക യജമാനൻ നൽകിയ സ്നേഹനിർഭരമായ ഉദ്ബോധനങ്ങൾ അടങ്ങിയിട്ടുള്ള രഹസ്യങ്ങളെ ധ്യാനിച്ചും അവൻ തങ്ങളോട് വിട പറയാനുള്ള സമയമായി എന്നറിഞ്ഞും ആരാധനാ സമൂഹം വിതുമ്പി. എന്തെന്നാൽ അവരുടെ ഉള്ളിൽ ദൈവസ്നേഹം ജ്വലിപ്പിച്ചിരുന്നു. അവൻ മൊഴിഞ്ഞ അരുളപ്പാടുകളെ അവർ സ്മരിച്ചു. നിത്യജീവനെപ്പറ്റി അവൻ നൽകിയ വാഗ്ദാനങ്ങൾ
അവരുടെ മനസ്സിൽ സ്നേഹവും സൗഹൃദവും ഉണർത്തി. ഇപ്പോഴിതാ പൊടുന്നനവേ ഈ അനുഗ്രഹങ്ങളെല്ലാം അവർക്ക് കൈവിട്ടുകൊടുത്ത് അവൻ പോകാൻ ഒരുങ്ങുന്നു. അതോർത്തപ്പോൾ അവരുടെ അന്തരാത്മാവിൽ ദുഃഖത്തിന്റെ നെടുനിശ്വാസങ്ങൾ ഉതിർന്നു. സാധ്യമല്ലെന്നറിഞ്ഞിട്ടും അവന്റെ ആരോഹണം വൈകിക്കാൻ അവരാഗ്രഹിച്ചു. അവരുടെ അധരങ്ങളിൽ യാത്രാമൊഴികൾ വിതുമ്പി നിന്നു. എന്നാൽ അതവർക്ക് ഉച്ചരിക്കാൻ ത്രാണിയില്ലായിരുന്നു. അവരോരോരുത്തരും താന്താങ്ങളുടെ ഉള്ളിൽ സങ്കടം ഉയരുന്നതറിഞ്ഞു. അതോടൊപ്പം ആനന്ദത്തിന്റെ സമ്മിശ്ര വികാരങ്ങൾ അവരനുഭവിച്ചു. ഗുരുവിനെ കൂടാതെ എങ്ങനെ ജീവിക്കുമെന്ന ചിന്ത അവരെ ഭരിച്ചു. അവൻ നൽകിയതുപോലുള്ള ജീവന്റെയും സാന്ത്വനത്തിന്റെയും വചസ്സുകൾ ഇനി ആര് നമുക്ക് നൽകും? ആരാണ് നമ്മെ ഇനിയുള്ള കാലം സ്നേഹത്തോടും കരുണയോടും കൂടി സ്വീകരിക്കുക? ആരാണിനി നമുക്ക് പിതാവും സംരക്ഷകനുമാകുക? ഈ ലോകത്ത് നാമിനി നിസ്സഹായരും അനാഥരുമായി തീരും. അവരിൽ ചിലർ നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ആവേശത്തോടെ ഇപ്രകാരം പറഞ്ഞു: ഏറ്റവും സ്നേഹം നിറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ആത്മാക്കളുടെ ആനന്ദവും പിതാവുമായവനെ, ഇതാ ഞങ്ങളുടെ പരിത്രാണകനായി നിന്നെ ഞങ്ങൾ തിരിച്ചറിയുന്ന നാഴികയിൽ നീ ഞങ്ങളിൽ നിന്നും വിടവാങ്ങുന്നു. ഞങ്ങളെയും നിന്നോടൊപ്പം കൂട്ടണമേ. നിന്റെ ദർശനം ഞങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. നീയാകുന്നു ഞങ്ങളുടെ പ്രത്യാശ. നീ ഞങ്ങളിൽ നിന്നും അകന്നു പോകുമ്പോൾ ഞങ്ങൾ എവിടേക്കാണ് തിരിയുക? ഞങ്ങളുടെ ഗുരുവും പിതാവുമായ നിന്റെ പിന്നാലെ വരാനല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കാലടികളെ എങ്ങോട്ടാണ് തിരിച്ചുവിടുക? ഈ വക ചോദ്യങ്ങൾക്കും പരാതികൾക്കും മറുപടിയായി കർത്താവ് അവരോട് ജെറുസലേം വിട്ടുപോകാതെ പ്രാർത്ഥനയിൽ ജാഗ്രതയോടെ കഴിയാൻ ആജ്ഞാപിച്ചു. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് അവർ ചെയ്യേണ്ടതെന്ന് അവൻ ഓർമ്മിപ്പിച്ചു. സ്വർഗസ്ഥനായ പിതാവിന്റെ ഏകപുത്രൻ സ്വർഗത്തിലേക്ക് കരേറി നിത്യതയിന്മേലുള്ള അധികാരം ഏറ്റെടുക്കുന്ന സമയം സമാഗതമായി. പിതാവിന്റെ സ്വഭാവവും അവന്റെ മഹത്വവും അത്ഭുതകരമായ രീതിയിൽ അവൻ പങ്കുപറ്റി. പാതാളത്തിന്റെ അഗാധങ്ങളിലേക്കിറങ്ങി. എഫെസോസ് 4:9. അവനെപ്പറ്റി പ്രവചിക്കപ്പെട്ടതെല്ലാം നിവർത്തിച്ച് പരിത്രാണ ദൗത്യം സഫലമാക്കി അവൻ ഉന്നതങ്ങളിലേക്ക് വീണ്ടും ഉയരേണ്ടിയിരുന്നു. സ്വർഗാരോഹണത്തോടെ അവൻ തന്നെ സംബന്ധിച്ച എല്ലാ രഹസ്യങ്ങളെയും സാക്ഷാത്കരിച്ച് മുദ്രവയ്ക്കുകയും തന്റെ തുടർ വാഗ്ദാനമായ പാരക്ലേത്തായെ യോഹന്നാൻ 16:7 ശിഷ്യഗണത്തിന്റെ മേൽ അയക്കാൻ തിരുമനസ്സാകുകയും ചെയ്തു. പരിശുദ്ധ മറിയം, 11 അപ്പസ്തോലന്മാർ, 72 ശിഷ്യന്മാർ, മേരി മഗ്ദലേന, അവരുടെ സഹോദരനായ ലാസർ, മറ്റ് 2 മേരിമാർ, കൂടാതെ മറ്റു വിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരും ചേർന്ന് 120 പേരെ ഈ മഹാരഹസ്യത്തിന്റെ വെളിപ്പെടുത്തലിനായി കർത്താവ് തെരഞ്ഞെടുത്തു. ഈ ചെറുഗണത്തെയും നയിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം നല്ലിടയനായ ഈശോ സെഹിയോൻ ശാലയിൽ നിന്ന് ജെറുസലേം വീഥികളിലൂടെ സഞ്ചരിച്ചു. അപ്പസ്തോലന്മാരും ബഥാനിയ ലക്ഷ്യമാക്കി നീങ്ങി. ബഥാനിയ ഒലിവുമലയുടെ മുകളിൽ നിന്നും ഏകദേശം 1.5 മൈൽ അകലെയായിരുന്നു. മാലാഖ വൃന്ദങ്ങളും പാതാളത്തിൽ നിന്നും ശുദ്ധീകരണ സ്ഥലത്തു നിന്നും തിരികെ വിളിക്കപ്പെട്ട വിശുദ്ധ ഗണങ്ങളും വിജിഗീഷുവായവനെ വാഴ്ത്തി സ്തുതിച്ച് കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് പിൻചെന്നു. മറിയത്തിന് മാത്രമേ ഇവരെ കാണാൻ കഴിഞ്ഞിരുന്നുള്ളൂ. നസ്രായനായ യേശുവിന്റെ പുനരുത്ഥാന വാർത്ത ജെറുസലേമിലും പാലസ്തീനായിലും ഇതിനകം പ്രചരിച്ചു കഴിഞ്ഞിരുന്നു. ക്രിസ്തുവിന്റെ ശത്രുക്കളായ വഞ്ചകരും വിദ്വേഷികളുമായ രാജകുമാരന്മാരും ഉന്നത പുരോഹിതരും അവന്റെ ശരീരം മോഷ്ടിക്കപ്പെട്ടതാണെന്ന നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിലും ഈ കള്ളസാക്ഷ്യം അധികം പേരും വിശ്വസിച്ചതേയില്ല. അവർ അതിനെ അല്പം പോലും വിലമതിച്ചില്ല. തെരുവിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പ്രദക്ഷിണ സംഘത്തെ നഗരവാസികളോ അവിശ്വാസികളോ സംശയാലുക്കളോ ആയ ആരും തന്നെ തടയാൻ ദൈവം അനുവദിച്ചില്ല. സെഹിയോനിൽ നിന്ന് യാത്ര തിരിച്ച ഇവരെ ഒരു തരത്തിലും ആരും തടസ്സപ്പെടുത്താതിരിക്കാൻ ദൈവം പ്രത്യേകം ഇടപെട്ടു. തന്റെ സ്വർഗാരോഹണം കാണാൻ കർത്താവ് പ്രത്യേകം തെരഞ്ഞെടുത്ത 120 പേരൊഴികെ മറ്റാർക്കും അത് ദർശിക്കാൻ അവസരം നൽകാതെ അവിടുന്ന് അവരെ ശിക്ഷിക്കുകയായിരുന്നു. അവൻ അവർക്കു മുൻപേ നടന്ന് അവരെ നയിച്ചിരുന്നുവെങ്കിലും സംഘത്തിലുള്ളവർക്കല്ലാതെ മറ്റാർക്കും അവനെ കാണാൻ സാധിച്ചില്ല. കാരണം അവർക്ക് അവൻ അദൃശ്യനായിരുന്നു. ഇപ്രകാരം അദൃശ്യനായി ശിഷ്യഗണത്തെ നയിച്ചുകൊണ്ട് ഒലിവുമലയുടെ മുകൾ പരപ്പിലെത്തിയപ്പോൾ സംഘത്തിലുള്ളവർ 3 ഗായക സംഘങ്ങളായി രൂപപ്പെട്ടു. ആദ്യം മാലാഖമാർ, രണ്ടാമത് വിശുദ്ധരുടെ സംഘം, മൂന്നാമത് അപ്പസ്തോലന്മാരും വിശ്വാസികളും ചേർന്ന സമൂഹം. ഈ സംഘം വീണ്ടും 2 സംഘങ്ങളായി തിരിഞ്ഞു. കർത്താവായ ക്രിസ്തു അവർക്ക് നേതൃത്വം നൽകി. തുടർന്ന് പരിശുദ്ധ അമ്മ സ്വപുത്രന്റെ സമക്ഷത്തിൽ സാഷ്ടാംഗം പ്രണമിച്ചു.
അവൾ ആരാധ്യമായ വിനയത്തോടെ അവനെ സത്യദൈവമായി ലോകരക്ഷകനായി ഏറ്റുപറഞ്ഞാരാധിക്കുകയും അവന്റെ അവസാന അനുഗ്രഹം യാചിക്കുകയും ചെയ്തു. ചുറ്റും കൂടി നിന്ന വിശ്വാസിഗണവും അവൾ ചെയ്തതുപോലെ തന്നെ പ്രവർത്തിച്ചു. വിലാപത്തോടും ദീർഘനിശ്വാസത്തോടും കൂടെ ഇസ്രായേൽ രാജ്യം ഉടൻ പുനഃസ്ഥാപിക്കുമോ എന്ന് അവർ ആരാഞ്ഞു. അതിന് മറുപടിയായി അവൻ അവരോട് ഇക്കാര്യം നിത്യപിതാവിന്റെ നിഗൂഢ രഹസ്യമാണെന്ന് അരുൾ ചെയ്തു. അത് അവർക്ക് അറിയേണ്ടുന്ന കാര്യമല്ല. ഇപ്പോൾ അവർ അറിയേണ്ട കാര്യം ഒന്നു മാത്രം: പരിശുദ്ധ അരൂപിയെ സ്വീകരിക്കുകയും ജെറുസലേമിലും സമരിയായിലും ലോകത്തെല്ലായിടത്തും പരിത്രാണ മഹാരഹസ്യങ്ങളെ പ്രഘോഷിക്കുക എന്നതുമാത്രം. ആ സമൂഹത്തോട് വിട പറഞ്ഞ ശേഷം ഈശോ തന്റെ കൈകൾ കൂപ്പി സ്വയാർജിത ശക്തിയാൽ ആകാശത്തിലേക്കുയർന്നു. ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകുമ്പോൾ അവൻ നിന്നിരുന്ന സ്ഥലത്ത് അവന്റെ തിരുക്കാൽപ്പാടുകൾ പതിഞ്ഞു കിടന്നിരുന്നു. ഏറ്റവും ലോലമായ ഔന്നത്യങ്ങളോടെ അവിടുന്ന് സ്വർഗലോകത്തിന്റെ ഔന്നത്യങ്ങളിലേക്ക് ഉയർത്തപ്പെട്ടു. അപ്പോൾ ഭൂമിയിൽ അവനെ നോക്കി നിന്നിരുന്നവരെല്ലാം ദീർഘനിശ്വാസങ്ങളാലും അശ്രുകണങ്ങൾ പൊഴിച്ചും തങ്ങളുടെ ഹൃദയവികാരങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാ പ്രപഞ്ച ചലനങ്ങളുടെയും ആദികാരണമായിരിക്കുന്നവൻ ചലിക്കുമ്പോൾ താഴെയുള്ള മറ്റെല്ലാ തേജോഗോളങ്ങളും അതോടൊപ്പം ചലിക്കുക ഉചിതമാണല്ലോ. അതുപോലെ രക്ഷകനായ യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ സ്വർഗനിവാസികളായ മാലാഖമാരുടെ ഗായകവൃന്ദത്തെയും വിശുദ്ധരായ പൂർവ്വപിതാക്കളെയും മഹത്വം നേടിയ മറ്റു പുണ്യാത്മാക്കളെയും തന്നോടൊപ്പം ചേർത്തു. അവരിൽ ചിലർ ആത്മശരീരങ്ങളോടെയായിരുന്നു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. മറ്റു ചിലർ ആത്മാക്കളായി മാത്രവും. അവരെല്ലാവരും തന്നെ തങ്ങളുടെ രാജാവും ശിരസ്സുമായവനൊപ്പം അവനാൽ നയിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഈ മനോഹര മുഹൂർത്തത്തിനായി അത്യുന്നതൻ തന്റെ വലത്തുകരത്താൽ സാധ്യമാക്കിയ നിഗൂഢ രഹസ്യം അഥവാ കൂദാശ കർത്താവിന്റെ അമ്മയ്ക്കു വേണ്ടിയുള്ളതായിരുന്നു. പുത്രൻ തന്റെ അമ്മയ്ക്കായി നിശ്ചയിച്ചിരുന്നതും അമ്മ തന്റെ യോഗ്യതകളാൽ തയ്യാറാക്കിയതും സ്വന്തമായി നേടിയതുമായ അവളുടെ മഹത്വം അവളെ അണിയിക്കാൻ കർത്താവ് തന്നോടൊപ്പം അമ്മയെ ഉയർത്തി. അതുവഴി അവൾ തന്റെ മഹത്വത്തെ സ്വന്തമാക്കുന്നതിന് നിയോഗിച്ചു. ഈ മഹാദാനം അവൾക്ക് സമർപ്പിക്കുന്നതിനു മുൻപേ തന്നെ ഉത്കൃഷ്ടയായ രാജ്ഞി അതിനുള്ള അർഹത നേടിയിരുന്നു. എന്തെന്നാൽ തന്റെ ഉയിർപ്പിനും സ്വർഗാരോഹണത്തിനും ഇടയിലുള്ള 40 ദിവസങ്ങൾ അവൻ അമ്മയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഈ രഹസ്യം മറ്റെല്ലാ സൃഷ്ടികളിൽ നിന്നും തൽക്കാലം മറച്ചുവെക്കേണ്ടിയിരുന്നു. ഒപ്പം തന്നെ പരിശുദ്ധ അമ്മ ശിഷ്യരോടും അപ്പസ്തോലരോടും ചേർന്ന് പരിശുദ്ധാരൂപിയുടെ വരവിനായി അപ്പസ്തോല പ്രവർത്തനം 1:14 പ്രാർത്ഥനാനിരതരായി കാത്തിരിക്കേണ്ടിയുമിരുന്നു. ഈ 2 കാരണങ്ങളാൽ പരിശുദ്ധ അമ്മയ്ക്ക് അത്ഭുതകരമായ മറ്റൊരു വിശിഷ്ട വരം നൽകി. ഒരേ സമയം 2 ഇടങ്ങളിൽ കാണപ്പെടാനുള്ള സിദ്ധിയായിരുന്നു അത്. ഈ സിദ്ധി മൂലം ഒരേ സമയം അവൾക്ക് സെഹിയോൻ ഊട്ടുശാലയിൽ സഭാമക്കൾക്കൊപ്പം അവരുടെ സാന്ത്വനവുമായി വർത്തിക്കാനും അതേസമയം തന്നെ കർത്താവിനോടൊപ്പം സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടാനും അവിടെ 3 ദിവസം താമസിക്കാനും കഴിഞ്ഞു. അവിടെ അവൾ തന്റെ എല്ലാ സിദ്ധികളെയും ഉപയോഗിച്ചപ്പോൾ ഊട്ടുശാലയിൽ ഇവ പരിമിതപ്പെടുത്തുകയും ചെയ്തിരുന്നു. മേൽ വിവരിച്ച വിധം അഭൂതപൂർവമായ ഉത്സവത്തിമിർപ്പിന്റെയും ആഘോഷത്തിന്റെയും സന്തോഷത്തിന്റെയും നടുവിൽ ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട ആ സ്വർഗീയ ഘോഷയാത്ര അത്യുന്നത സ്വർഗത്തെ സമീപിച്ചു. മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗായക സംഘങ്ങളാൽ ആനയിക്കപ്പെട്ട് കർത്താവും അവന്റെ ഏറ്റവും അനുഗ്രഹീതയായ അമ്മയും സ്വർഗപ്രവേശനം ചെയ്തു. എല്ലാ സ്വർഗവാസികളും ക്രമമനുസരിച്ച് 2 പേർക്കും പ്രത്യേകമായും ഒന്നിച്ചും ഉന്നത ബഹുമതികൾ നൽകി. വരപ്രസാദത്തിന്റെയും ജീവന്റെയും പ്രണേതാക്കളായ ഇരുവർക്കും അവർ കീർത്തന ഗീതികൾ ഉയർത്തി ബഹുമാനാദരവുകൾ അർപ്പിച്ചു. അതിനെ തുടർന്ന് നിത്യപിതാവ് തന്റെ പുത്രനായി അവതരിച്ച വചനത്തെ തന്റെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാക്കി. അവിടുന്ന് നൽകിയ ഈ അനന്യമായ മഹത്വം ദർശിച്ച സ്വർഗവാസികൾ നവ്യമായ നിറവുള്ളവരായി തീർന്നു. സ്വർഗവാസികൾ കർത്താവിന്റെ പരിശുദ്ധമായ മനുഷ്യത്വവും സകല പരിപൂർണതകളോടും കൂടി സത്തയിൽ ഒറ്റ വ്യക്തിത്വമായി ലയിച്ചിരിക്കുന്നുവെന്ന ആ സത്യം തിരിച്ചറിഞ്ഞു. കണ്ണു കണ്ടിട്ടില്ലാത്തതും കാതു കേട്ടിട്ടില്ലാത്തതും ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ അത്യുദാത്തമായ മഹാരഹസ്യമാകുന്നു ഇത്. ഈ അവസരത്തിൽ നമ്മുടെ അമ്മയുടെ വിനയവും ജ്ഞാനവും അതിന്റെ പൂർണ്ണതയിലെത്തി. താൻ ഭൂമിയിലെ വെറുമൊരു സൃഷ്ടി മാത്രമാണെന്ന അവബോധത്തോടെ അവൾ ദൈവസിംഹാസനത്തിന്റെ പാദപീഠത്തിൽ വിനയാന്യതയായി നിലകൊണ്ടു. സാഷ്ടാംഗം പ്രണമിച്ച് അവൾ ദൈവത്തിന് കൃതജ്ഞതാസ്തോത്രങ്ങൾ അർപ്പിച്ചു. തന്റെ മഹത്വം സ്വപുത്രനിലൂടെ ലോകത്തിന് പകരുകയും
അവന്റെ മനുഷ്യത്വത്തെ അവിടുത്തെ ദൈവത്തിന്റെ ഒപ്പം സ്ഥാപിക്കുകയും ചെയ്തതിനെ അവൾ വാഴ്ത്തി സ്തുതിച്ചു. സ്വർഗീയ രാജ്ഞിയുടെ വിനയവും സദ്ഗുണ സമ്പന്നതയും സ്വർഗവാസികൾ അനുകരണീയ മാതൃകയായി സ്വീകരിച്ചു. അവർ ആനന്ദപൂരിതരായി തീർന്നു. അപ്പോൾ സ്വർഗീയ പിതാവിന്റെ ശബ്ദം വീണ്ടും ഉയർന്നു മുഴങ്ങി, എന്റെ പുത്രി, നീ കൂടുതൽ ഔന്നത്യം പ്രാപിക്കുക. അവളുടെ തിരുസുതനും അവളോട് ഇപ്രകാരം അഭ്യർത്ഥിച്ചു, എന്റെ അമ്മേ, നീ എഴുന്നേറ്റ് എന്നെ പിന്തുടർന്നതിനും എന്നെ അനുകരിച്ചതിനുമുള്ള പ്രതിഫലമായി ഞാൻ നിനക്ക് കടപ്പെട്ടിരിക്കുന്ന നിന്റെ സ്ഥാനത്തെ സ്വന്തമായി സ്വീകരിക്കുക. അപ്പോൾ പരിശുദ്ധാരൂപി ഇപ്രകാരം അരുളി ചെയ്തു, എന്റെ പങ്കാളിയും എനിക്ക് പ്രിയങ്കരിയുമായിരിക്കുന്ന നീ എന്റെ നിത്യാനന്ദത്തിൽ അമരുക. ഉടൻ തന്നെ സകല വിശുദ്ധരുടെയും സമക്ഷം പരിശുദ്ധ ത്രിത്വത്തിന്റെ വിളംബരം ഉണ്ടായി. മനുഷ്യ അവതാരത്തിന് സ്വന്തം ജീവരക്തം നൽകുകയും അവനെ പരിപോഷിപ്പിക്കുകയും അനുകരിക്കുകയും ഒരു സൃഷ്ടിയാലാവും വിധം പരിപൂർണതയെ പുൽകുകയും ചെയ്തതിനാൽ പരിശുദ്ധ അമ്മ തന്റെ പുത്രന്റെ വലതുഭാഗത്ത് നിത്യമായി സിംഹാസനാരൂഢയായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു ദൈവസൃഷ്ടിക്കും ഈ സ്ഥാനമോ ബഹുമതിയോ നൽകപ്പെടുകയില്ല. അതിന്റെ അപ്രതിരോധ്യ മഹത്വം സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കുമായി സ്വർഗരാജ്ഞിക്ക് മാത്രമായി അവകാശപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധരിൽ പ്രഥമ സ്ഥാനീയയും അവൾ തന്നെയാകുന്നു. ഈ കൽപ്പന പ്രകാരം പരിശുദ്ധ അമ്മ ഉയർത്തപ്പെട്ട് പരിശുദ്ധ ത്രിത്വത്തിന്റെ സിംഹാസനത്തിൽ തന്റെ പുത്രന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടയാക്കപ്പെട്ടു. അതേസമയം മറിയത്തെയും ദൈവത്തിന്റെ വിശുദ്ധരെയും ഇപ്രകാരം അറിയിച്ചു, മറിയത്തിന് ഈ സിംഹാസനം അവകാശപ്പെടുത്തി നൽകിയിരിക്കുന്നു. അതു നിത്യകാലത്തേക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അവൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അവിടെ ഇപ്പോൾ മുതൽ തുടരുകയോ ഭൂമിയിലേക്ക് മടങ്ങി ഭൗതിക ജീവിതം പൂർത്തിയാക്കുകയോ ചെയ്യാവുന്നതാണ്. സ്വന്തമായി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സഹായിക്കാനെന്നോണം ദൈവം അവളെ ഭൂമിയിലെ തന്റെ സഭയുടെ അവസ്ഥയെയും കാണിച്ചു കൊടുത്തു. അവളുടെ സഹായം എപ്പോഴും ആവശ്യമുള്ള അനാഥരെയും നിസ്സഹായരെയും അവൾ കണ്ടു. ഇപ്രകാരം ഒരു ദർശനം ദൈവം അവൾക്ക് അനുവദിച്ചത് പ്രത്യേക കാരണത്താലാണ്. ഒരർത്ഥത്തിൽ കരുണയുടെ മാതാവിന് തന്റെ സ്വന്തം സത്തയ്ക്കും അപ്പുറത്തേക്കു കടന്ന് മനുഷ്യവർഗത്തിന് സന്തോഷവും സാന്ത്വനവും അർപ്പിക്കാനായി ഏറ്റവും ആർദ്രതയുള്ള സ്നേഹമൊരുക്കാനും സ്വപുത്രന്റെ മാതൃകയിൽ തനിക്ക് സ്വന്തമായ മഹത്വത്തെ മാറ്റിവെച്ചുകൊണ്ട് രക്ഷാകര ദൗത്യം നിർവഹിക്കാനുമായി ഭൂമിയിലെ ജീവിതം ഏറ്റെടുക്കാനും അവസരമൊരുങ്ങി. പരിശുദ്ധ അമ്മ ഇക്കാര്യത്തിലും തന്റെ തിരുക്കുമാരനെ അനുകരിച്ചു. അപ്രകാരം അവൾ എല്ലാ കാര്യത്തിലും വചനാവതാരം പോലെ തന്നെ ആയിത്തീർന്നു. ഈ തിരിച്ചുപോകൽ ആവശ്യപ്പെടുന്ന ത്യാഗത്തിന്റെ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ദിവ്യാംബിക തന്റെ സിംഹാസനത്തെ വിട്ട് പരിശുദ്ധ ത്രിത്വത്തിലെ 3 ആളുകളുടെയും മുൻപാകെ സാഷ്ടാംഗ പ്രണാമം ചെയ്തു. എന്നിട്ടവൾ ഇപ്രകാരം പറഞ്ഞു, നിത്യനും സർവശക്തനുമായ ദൈവമേ, എന്റെ കർത്താവേ, ഈ ഒരു സമ്മാനത്തെ എത്രയും കരുണയോടെ നീ എനിക്ക് നൽകിയല്ലോ. എന്നാൽ നശ്വര ലോകത്തിലേക്ക് മടങ്ങി അവിടെ ആദത്തിന്റെ സന്തതികളും പരിശുദ്ധ സഭയുടെ മക്കൾക്കുമായി അധ്വാനിക്കുമ്പോൾ എന്റെ ഹ്രസ്വ ജീവിതം കൊണ്ട് അവർക്ക് അനുഗ്രഹം ഉണ്ടാകുമല്ലോ. അതിനാൽ ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് താൽക്കാലികമായി ഞാനിതാ അവിടുത്തെ തിരുസാന്നിധ്യം പ്രദാനം ചെയ്യുന്ന സമാധാനവും ആനന്ദവും ത്യജിക്കുന്നു. അവിടുത്തെ സ്നേഹം മനുഷ്യവർഗത്തിന് കൂടുതലായി പകരാൻ ഈ ത്യാഗം ഞാൻ അർപ്പിക്കുന്നു. എന്റെ കർത്താവും എന്റെ സർവസ്വവുമായ ദൈവമേ, എന്റെ ഈ അർച്ചനയെ സ്വീകരിച്ചാലും ഞാൻ ഏറ്റെടുക്കുന്ന ഈ ദൗത്യത്തെ അവിടുന്ന് ശക്തിപ്പെടുത്തിയാലും നിന്നിലുള്ള വിശ്വാസം ലോകത്തെല്ലായിടത്തും പ്രചരിക്കട്ടെ. നിന്റെ തിരുനാമം ഉയർത്തപ്പെടട്ടെ. നിന്റെ പരിശുദ്ധ സഭ വികസിതമാകട്ടെ. എന്തെന്നാൽ നീ അതിനെ നേടിയത് നിന്റെയും എന്റെയും രക്തത്താലാകുന്നുവല്ലോ. ഇതാ, എന്നാൽ സാധിക്കുന്നിടത്തോളം ശക്തിയിൽ നിന്റെ മഹത്വത്തിനായി അധ്വാനിക്കാനും ആത്മാക്കളെ സ്വന്തമാക്കാനുമായി ഞാൻ എന്നെ വീണ്ടും പൂർണ്ണമായി സമർപ്പിക്കുന്നു. മറ്റൊരു സൃഷ്ടിക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം അത്ര വലുതായിരുന്നു പരിശുദ്ധ അമ്മയുടെ ത്യാഗം. അത് കർത്താവിന് എത്രയും പ്രിയങ്കരമായിരുന്നു. ആ നിമിഷം അവൾ ജ്ഞാനത്താൽ ഉയർത്തപ്പെട്ടു. സ്വർഗീയ മഹത്വവും ധന്യതയും അവളിൽ നിറഞ്ഞു. പരിശുദ്ധ മറിയം തന്റെ മഹത്വീകരണത്തിന്റെ നിമിഷങ്ങളിൽ ഒലിവുമലയുടെ മുകളിൽ വിരഹദുഃഖം താങ്ങാനാവാതെ കരയുന്ന മക്കളെ മറക്കുന്നില്ല. ആ മക്കൾ ഒലിവുമലയുടെ മുകളിൽ സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി നഷ്ടബോധത്തോടെ സങ്കടത്തോടെ കണ്ണീരൊഴുക്കി സ്വയം മറന്ന് നിൽക്കുകയായിരുന്നു ആ നിമിഷം. തങ്ങളുടെ രക്ഷകനും ഗുരുവുമായവൻ മേഘങ്ങളിൽ അപ്രത്യക്ഷനായി കഴിഞ്ഞു. പരിശുദ്ധ അമ്മ വാനമേഘങ്ങളിൽ നിന്ന് അവരുടെ മേൽ കണ്ണുകൾ അയച്ചു. അവൾ സ്വർഗത്തിലേക്കുയർന്നത് മനുഷ്യമക്കൾക്ക് സഹായമെത്തിക്കാനായിരുന്നല്ലോ. അവൾ തന്റെ പുത്രനോട് അനാഥരായി ഭൂമിയിൽ വിട്ടുപോന്ന മനുഷ്യമക്കളെ ആശ്വസിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു.
തന്റെ അമ്മയുടെ പ്രാർത്ഥനകളെ പരിഗണിച്ച് ദിവ്യരക്ഷകൻ തിളങ്ങുന്ന ശുഭ്രവസ്ത്രധാരികളായ 2 മാലാഖമാരെ ഭൂമിയിലേക്ക് അയച്ചു. അവർ മലമുകളിൽ സന്നിഹിതരായിരുന്ന ശിഷ്യഗണത്തോടും വിശ്വാസികളോടും ഇപ്രകാരം പറഞ്ഞു: അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു നിങ്ങൾ കണ്ടതുപോലെ തിരികെ വരും. അപ്പസ്തോല പ്രവർത്തനം 1:11. ഇപ്രകാരമുള്ള വാക്കുകളാൽ അപ്പസ്തോലന്മാരും ശിഷ്യന്മാരും ആശ്വാസം നേടി. അവരുടെ പ്രത്യാശ ജ്വലിച്ചു. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഗുരു നൽകിയ വാഗ്ദാനം ധ്യാനിച്ച് അവർ സംതൃപ്തിയടഞ്ഞു. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. എന്റെ മകളെ, ദൈവത്തിന്റെ അപരിമിതമായ ഔദാര്യത്തെയും അവിടുത്തെ സ്നേഹത്തിന്റെ ഫലദായകത്വത്തെയും കുറിച്ച് നീ ഓർക്കുക. അവയെ സ്വീകരിക്കാൻ ഹൃദയം തുറന്നിരിക്കുന്ന മക്കൾക്ക് അവിടുന്ന് അവ സുലഭമായി നൽകും. തന്റെ സൃഷ്ടികൾക്ക് കഷ്ടതകൾക്കു പകരം ഉല്ലാസവും വ്യാകുലങ്ങൾക്കു പകരം സമാശ്വാസവും ശിക്ഷയ്ക്ക് പകരം സമ്മാനവും സന്താപത്തിന് പകരം സന്തോഷവും പകരാനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ മനുഷ്യർ ഈ ദൈവിക വിവേകത്തെ വിസ്മരിച്ചു കളയുന്നു. എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് അവർ ആഗ്രഹിക്കുന്നത് ഭൗതികവും താൽക്കാലികവുമായ സന്തോഷങ്ങളും പാരിതോഷികങ്ങളുമത്രേ. അവ എത്ര അപായകരമാണ്! എന്നാൽ നശ്വര മനുഷ്യർ സ്വർഗീയ സന്തോഷങ്ങളെക്കാൾ അധികമായി ഇവയാണല്ലോ ആഗ്രഹിക്കുന്നത്. മനുഷ്യ സ്വഭാവം ഉദാസീനവും പരുഷവും അജ്ഞത നിറഞ്ഞതുമാകുന്നു. ആയതിനാൽ അതിനെ ശരിയായി വളർത്തിയില്ലെങ്കിൽ സമയത്ത് ഫലം തരികയില്ല. തിന്മയിലേക്ക് ചായ്വുള്ളതിനാൽ നന്മയുടെയും സ്നേഹത്തിന്റെയും മാധുര്യം ആസ്വദിക്കാൻ മനുഷ്യന് കഴിയാതെ വരുന്നു. സഹനങ്ങളുടെ വറച്ചട്ടിയിൽ മനുഷ്യമക്കൾ അഗ്നിശുദ്ധി ചെയ്യപ്പെട്ട് ദൈവിക ദാനങ്ങൾക്കും വരപ്രസാദത്തിനും യോഗ്യരായി തീരട്ടെ. ലോകം തരുന്ന സുഖസന്തോഷങ്ങൾ മിഥ്യയാണെന്ന് തിരിച്ചറിഞ്ഞ് അവയെ മനുഷ്യമക്കൾ തിരസ്കരിക്കാൻ ഇടയാകട്ടെ. എനിക്കായി ദൈവം കരുതിവച്ച സ്വർഗീയ സമ്മാനത്തെ സ്വീകരിച്ചപ്പോൾ ഞാൻ കടന്നുപോന്ന ദുരിതങ്ങളുടെ അനുഭവം എത്ര നിസാരമെന്നാണ് ഞാൻ കരുതിയത്. ആയതിനാൽ ഞാൻ ഭൂമിയിലെ സമരസഭയിലേക്ക് തിരികെ മടങ്ങാനും അത് എന്റെ സ്വാഭീഷ്ടപ്രകാരം തന്നെ സംഭവിക്കാനും ദൈവം തീരുമാനസായി. ഈ നടപടി എനിക്ക് സമൃദ്ധമായ മഹത്വവും അവന്റെ പരിശുദ്ധ നാമത്തിന് പുകഴ്ചയും തന്റെ സഭയ്ക്ക് അനുഗ്രഹമായി മാറുകയും ചെയ്യുമെന്ന് അവർ അറിഞ്ഞിരുന്നു. നിത്യമഹത്വം കരഗതമായപ്പോൾ അതിനെ ത്യജിച്ച് സ്വർഗം വിട്ടിറങ്ങി പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കാനും അത്യുന്നതന്റെ സ്നേഹത്തെ പ്രസരിപ്പിക്കാനുമുള്ള ദൗത്യമാണ് എന്റേത് എന്ന് ഞാൻ വിശ്വസിച്ചു. എന്നെ പൊടിയിൽ നിന്നുയർത്തിയ നിത്യദൈവത്തിന്റെ നന്മയാണ് ഞാനിതിൽ ദർശിക്കുന്നത്. ഇക്കാര്യമൊക്കെ അറിഞ്ഞിരിക്കുന്ന നീ എന്റെ മാതൃക അനുകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ നിയോഗം തീഷ്ണതയോടെ നീ ഏറ്റെടുക്കുക. എന്തെന്നാൽ നീ ജീവിക്കുന്ന ഈ കാലഘട്ടം കർത്താവിന്റെ സഭ കഷ്ടതകളാൽ വലഞ്ഞ് ആശ്വാസമില്ലാതെ ഉഴലുകയാണെന്ന് നീ അറിയുന്നല്ലോ. ഈ ലക്ഷ്യത്തിനായി നീ കഠിന പ്രയത്നം ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എളിമ നിറഞ്ഞ പ്രാർത്ഥനകളാലും ഹൃദയമുരുകിയ അപേക്ഷകളാലും സർവശക്തനിൽ നീ ആശ്രയം വയ്ക്കുക. മാത്രവുമല്ല, ആവശ്യമെങ്കിൽ സ്വജീവൻ തന്നെയും സമർപ്പിക്കാൻ മനസ്സാകുക. നിന്റെ വിധേയത്വവും ഭക്തിയും എന്റെ തിരുക്കുമാരന്റെയും എന്റെയും ദൃഷ്ടിയിൽ ആനന്ദകരവും അഭിനന്ദനീയവുമായിരിക്കും എന്നു ഞാൻ ഉറപ്പു തരുന്നു. ഇവയെല്ലാം തന്നെയും അത്യുന്നതന്റെ ഉപരിമഹത്വത്തിനും ബഹുമതിക്കും കാരണമായി ഭവിക്കട്ടെ. യുഗങ്ങളുടെ രാജാവും അദൃശ്യനുമായവൻ വാഴ്ത്തപ്പെടാൻ ഇടയാകട്ടെ. തിമോത്തി 1:17. അതോടൊപ്പം അവന്റെ അമ്മയായ പരിശുദ്ധ മറിയവും എല്ലാ യുഗങ്ങളിലും എല്ലായിടത്തും വാഴ്ത്തപ്പെടട്ടെ.